ഇല്ലാതെടുത്തതാ, അല്ലാതെ ഇവിടെ ആരെയും ഒന്നും ട്രോളി എടുത്തതൊന്നുമില്ല. നിങ്ങൾ ആ സമയത്ത് അവിടെ വേണമായിരുന്നു. ആരെയും കളിയാക്കിയോ പരിഹസിക്കുകയോ അപമാനപ്പെടുത്തുകയോ ആക്ഷേപിക്കുകയോ ഒന്നും ഇതിൽ ചെയ്തിട്ടില്ല. അതില് ഞാൻ പറയുന്നതൊക്കെ എൻ്റെതായിട്ടുള്ള ശൈലി, സ്വതസിദ്ധമായ ആ രീതിയിൽ മാത്രം എടുത്തതാ, അല്ലാതെ ഇതിലെങ്ങും വേറെ ഒന്നും കുത്തിക്കയറ്റിയതൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ആർക്കെങ്കിലും ഒരു തോന്നലുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം തോന്നലുകളാണ്. കാരണം അവിടെ അപ്പോഴുണ്ടായിരുന്നത് ആരൊക്കെയാണോ അവർക്കറിയാതെ. ഇനി എന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും വ്യക്തിപരമായിട്ടോ ദേഹപരമായിട്ടോ മാനസികമായിട്ടോ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അതെ, ഞാൻ ദേവിയാണ്. അങ്ങനെയാണെങ്കിൽ കമന്റിന് എന്തിനു ഭയപ്പെടുന്നത്? അതായത് ഓരോരുത്തർ കമന്റ് ചെയ്യുന്നുണ്ടല്ലോ, ഒരു ദേവിക്ക് എന്തിന് ഒരു കമന്റ്സിനെ ഭയപ്പെടേണ്ട ആവശ്യം? എന്റെ പൊന്നു മോനെ, മോന്റെ മുഖം ഒന്ന് നോക്കട്ടെ. ആവശ്യം വല്ലതും ഉണ്ടോ അതിന്? അല്ല, എന്റെ ഒരു സംശയം കൊണ്ട് ചോദിക്കാ. ഞാൻ കേട്ടില്ല കുട്ടി, കാണാനും പറ്റുന്നില്ല, കേൾക്കുന്നില്ല. മോന്റെ മൊബൈലിനകത്തുള്ള പ്രകാശം ഞാൻ കളയാം. അതായത് ദേവിയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തിനീ ചെറിയ ചെറിയ കമന്റ്സിനെ ഭയപ്പെടേണ്ട ആവശ്യം? ഭയപ്പെടുന്നതല്ല, എന്തുകൊണ്ട് റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യം? അതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. മോനിപ്പോ എന്നോട് സംസാരിക്കുന്നില്ല, അപ്പൊ ഞാൻ മിണ്ടാതിരുന്നാലോ? എന്റെ സംശയം അതാണ്. സോഷ്യൽ മീഡിയയിൽ മോനെ അത് തന്നെ അവരുടെ സംശയങ്ങൾ അവരൊന്ന് ചോദിക്കുക. അത് എന്തുകൊണ്ട് തെറി വിളിച്ചിട്ട് പറയേണ്ട ആവശ്യം? കാരണം ദേവി എന്ന് പറയുന്ന കുറെ ആൾക്കാർ ആരാധിക്കുന്ന ഒരാളാവും. പിന്നെ പല കുട്ടികളും, ഞാനിപ്പോ ആരും വിശ്വാസമില്ലാതെ നിൽക്കാണ്. ആരും വിശ്വാസമില്ല, അതാണ് സത്യം. വിശ്വാസമില്ല, അതാ മോന്റെ കുഴപ്പം. അതല്ല, ഞാൻ ചോദിച്ചതിന് ഉത്തരം കിട്ടിയില്ല. ചെറുപ്പം മുതലേ ഓരോരുത്തർ കാണുന്നുണ്ട് എന്ത് ദൈവങ്ങളാണ്, ഇവര് വലിയ ആൾക്കാരാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ വലിയ ആൾക്കാർ തന്നെ ഇങ്ങനെ തെരുവുകൾ വിളിക്കുമ്പോ എന്താ പറയാ, കുട്ടികൾ പഠിക്കണതല്ലേ? അതാ ഞാൻ ചോദിച്ചത്. കുട്ടികൾ പഠിക്കാനല്ല, കുട്ടികള് നിങ്ങളെ ദൈവത്തിനെ കണ്ടല്ലേ കുട്ടികളൊക്കെ പഠിക്കണത്. ദൈവത്തിന്റെ കാര്യങ്ങളാണല്ലോ കുട്ടികൾ ദൈവത്തെ കണ്ടുപിടിക്കുന്നത്. പിന്നെന്താ നോക്കേണ്ടത്? എല്ലാ കുട്ടികളും മാതാപിതാക്കളും ദൈവം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പറയണത് അല്ലേ? ഈ ദൈവങ്ങൾ എന്തിനാണ് തെരുവ് വിളിക്കുന്നത്? ഞാൻ ചോദിച്ചത് ദൈവങ്ങൾ എന്തിനാ തെരുവ് വിളിക്കുന്നത്? ദേവിയാണ്. ഈ ദേവി എന്തിനു തെരുവ് വിളിക്കുന്നത് ഞാൻ ചോദിക്കണം. എന്റെ പൊന്നു കുഞ്ഞെ, അതിന്റെ ആവശ്യം എന്താ? അതിന്റെ ആവശ്യമില്ലല്ലോ മോനെ. എന്റെ ദൈവങ്ങളല്ലല്ലോ, എന്റെ പേര് നാഗ സൈരന്ദ്രി ദേവി. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഒരു മനുഷ്യ ദൈവം എന്നുള്ളൊരു സംഭവമാണല്ലോ അല്ലേ? അത് മോൻ സൃഷ്ടിച്ചതാണ്. അല്ല, ആദ്യം അവൻ ചോദിച്ചപ്പോ ദേവിയാണെന്ന് പറഞ്ഞായിരുന്നു. പേരിൽ മാത്രമാണോ ദേവി ഉള്ളത്, അതോ ദേവിയാണോ? എന്റെ പേരാണ് കുട്ടി ദേവി. ഞാൻ ആദ്യം ചേച്ചിന്ന് വിളിച്ചു, എന്നിട്ടാണ് ഞാൻ ദേവി ആണോ എന്ന് ചോദിച്ചത്. പേരിൽ ദേവി ഉണ്ടോന്നല്ലേ ചോദിച്ചത്? ദേവി ഉണ്ടോന്ന് ചോദിച്ചപ്പോ അതെ ദേവി, ഞാൻ ദേവിയാണ്. അതാ ഞാൻ ചോദിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ഭാഷകൾ എല്ലാം ഒരുപോലെയാണ് കുട്ടി. പക്ഷെ എല്ലാവർക്കും അതുപോലെ ആവൂല. മോനാവില്ല, വേണ്ട, എനിക്ക് എല്ലാവർക്കും ഒരുപോലെയാണോ? എല്ലാവർക്കും ഒരുപോലെയാണോ? നിങ്ങളൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്നതാണോ ഇത് സംഭവം? അല്ല, എന്റെ വീട്ടിൽ ഞാൻ എന്റെ കാര്യം പറയാണ്. വളരെ രസകരമാണ്, നന്നായിട്ടുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ നന്നായിട്ട് അങ്ങോട്ട് വന്ന് എടുത്തേരെ. എന്റെ പൊന്നു കുഞ്ഞ്, ഗുരു ദിവ്യ നാഗ സൈരന്ദ്രി ദേവി. ഓക്കെ, മോനെ മനസ്സിലാവുന്നുണ്ടോ? അത് പേര് മാത്രം എപ്പോഴും പറഞ്ഞിട്ട് കാര്യമില്ല. ദേവി എന്താണ് കാര്യം എന്ന് പറയണം. കാര്യം പറയണം. എനിക്കൊരു സംശയമാണ്, എന്തുകൊണ്ട് സംശയം? ഓം നമ ശിവായ 75588755593 ഫോൺ പേ
ഗൂഗിൾ പേ പേടിഎം എന്തെങ്കിലും ചെയ്യും. ദൈവത്തിന് എന്തിനു പൈസ, ദേവിക്ക് എന്തിനു പൈസ, മോനെന്തിനു പൈസ? അല്ല, ഇന്ന് വളരെ രസകരം. മോൻ എന്തിനാണ് കാശ്? പൈസന്റെ ആവശ്യമുണ്ടോ? അതായത് ഞാൻ നിങ്ങളെ കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് അല്ല, വളരെ രസകരമാണ്, നന്നായിട്ടുണ്ട്. ആത്മീയ ജീവിതം നല്ല കാര്യം. അല്ല, ലാസ്റ്റ് ഇതുകൂടെ ഒന്ന് പറഞ്ഞിട്ട്